എല്ലാവർക്കും നമസ്കാരം. ഇതൊരു തീവ്രമായ ജീവിതാനുഭവമാണ്. കൂടാതെ ഒരു പ്രാർത്ഥന കൂടിയാണ്. ഒരമ്മയും അച്ഛനും മകനും വേണ്ടിയുള്ള എന്താണ് പറയേണ്ടത്, അത്രയും ജീവിതമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ബാക്കി ഞാൻ വായിക്കാം, നിങ്ങൾ കേൾക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ലൊരു ഓടക്കുഴലുള്ള ഒരു കണ്ണനെ വരച്ച ആ ഒരു നോട്ട് ബുക്കിലാണ് എഴുതി അയച്ചു തന്നിരിക്കുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീകാന്ത് സാർ, എൻ്റെ പേര് വിദ്യ. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. സാർ അത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്, ഒരു മോനും ഒരു മോളും. മോന് 22 വയസ്സായി, മോൾക്ക് 20 വയസ്സും. മോന് 5 വയസ്സ് മുതൽ കാലും കൈയും വിയർക്കലും കാലിന് മുട്ടിന് താഴെ കറുത്ത ഉണലുകൾ ഉണ്ടാവുകയും ആ നിറം മാറാതെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നെയും അത് തുടർന്നു. വീണ്ടും കഷായം കുടിച്ചു, മാറി. അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ നല്ല ചൊറിച്ചിലും തോല് പോവാനൊക്കെ തുടങ്ങി. വേറെ ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ ചെയ്തു. അങ്ങനെ മാറുകയും പിന്നെയും ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 3 കൊല്ലം പഥ്യത്തോടു കൂടി മരുന്ന് കഴിച്ചു. മരുന്ന് നിർത്തി, വീണ്ടും തുടങ്ങും. പിന്നെ വിഷവൈദ്യനെ കാണിച്ചു. വിഷമുള്ളത് കാലിൽ കുത്തിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയും കുറേ മരുന്ന് കഴിച്ചു, എന്നിട്ടും മാറുന്നില്ല. പിന്നെ അലോപ്പതി കാണിച്ചു. കുറേ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അപ്പം മാറും, വീണ്ടും ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗത്തിൻ്റെ ശാപാണെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള പരിഹാരം ചെയ്തു. മണ്ണാറശാലയിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു, വഴിപാട് കഴിച്ചു. പാമ്പമേക്കാട് പോയി, അവിടെയും വഴിപാട് കഴിച്ചു. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ. അവിടെ നിന്ന് തൊലിയെടുത്ത് ടെസ്റ്റൊക്കെ ചെയ്തു. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അസുഖം മാറുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണം തോന്നും, എണീറ്റ് നിൽക്കാൻ വയ്യാത്ത വിധമാവും. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചു, എന്താ എൻ്റെ മോൻ്റെ അസുഖം മാറാത്തത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ കരഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അസുഖം മാറില്ല, ഇതൊരു തരം സോറിയാസിസ് ആണ് എന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഒരു വിധത്തിൽ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചു. അമ്പലത്തിലൊക്കെ പോകും, വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോമിയോപ്പതി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു മെല്ലെ മാറുള്ളൂ, കുറച്ചു കാലം മരുന്ന് കഴിക്കണം, ഡോക്ടർ മാറ്റിത്തരാം അസുഖമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സമാധാനമായി. വേദന കുറയും. പിന്നെയും കാറും മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കൂടും. കാലാകെ പഴുത്തു, ചോരയൊക്കെ വരാൻ തുടങ്ങി. സ്കൂളിൽ പോകാൻ വയ്യാത്ത വിധമായി. +2-ന് അസൈൻമെൻറ്റ് എഴുതാനും നോട്ട് എഴുതാനും പറ്റാതെയായി. ടീച്ചറോട് പറഞ്ഞ് ഞാനാണ് മോൻ്റെ നോട്ടുകളും വർക്കുകളും ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ കാലിൻ്റെ അടി റോസാപ്പൂവിൻ്റെ കളറായി. അങ്ങനെ പഴുത്തു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, മരുന്ന് നിർത്തരുത്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. എൻ്റെ മോൻ്റെ അസുഖം മാറ്റിത്തരൂ കണ്ണാ എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവൻ്റെ അച്ഛൻ പറഞ്ഞു, ഡോക്ടറുടെ വാക്ക് കേട്ടിരുന്ന മോൻ്റെ കാലിന് എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് വേറെ എവിടെയെങ്കിലും കാണിക്കാം. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിലെ ഡോക്ടറെ കാണിച്ചു. 8 ദിവസം അവിടെ കിടത്തി. 3 നേരവും ഇഞ്ചക്ഷനായിരുന്നു. 2 നേരം കാലവർ കഴുകി മരുന്ന് തേക്കും. നല്ല വേദനയാണ്. അപ്പോൾ സാറ്, ഞാൻ വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. തട്ടകത്തെ ഭഗവതിയെയും തേവരെയും മഹാവിഷ്ണുവിനെയും എല്ലാവരോടും എൻ്റെ മോൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കും. പട്ടാമ്പിയിലെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് മോൻ്റെ കരച്ചിൽ കേട്ട് അംഗനവാടിയിലെ ടീച്ചർ പറഞ്ഞു, എന്നോട് നീ ഗുരുവായൂരപ്പനെ നല്ല പോലെ പ്രാർത്ഥിക്കുക, കണ്ണൻ കൈവിടില്ല എന്ന് പറഞ്ഞു. കണ്ണൻ കൂടെ ഉണ്ടാവും, മോൻ്റെ അസുഖം മാറും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പോഴും വിളിക്കും. ചേന കൊണ്ട് തുലാഭാരം നടത്തി. എല്ലാ മാസവും പാൽപ്പായസം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ അസുഖം ഭേദമായി തുടങ്ങി. ഇപ്പോൾ ഗുളികകളൊന്നും വേണ്ട, മോയ്സ്ചറൈസർ ക്രീം മാത്രം തേച്ചാൽ മതി. അത് തേച്ചില്ലെങ്കിലും വീണ്ടും നല്ല വലിച്ചിലുണ്ടാവും. 4 മാസം മുമ്പാണ് ഞാൻ ത്രിമധുരം കാണാൻ തുടങ്ങിയത്. ഗുരുവായൂർ ഡിവോട്ടീസ് കാണും, ലക്ഷ്മിയുടെ വീഡിയോസ് കാണും. ത്രിമധുരത്തിലെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ട് ഞാൻ ചിലപ്പോൾ കരയും, ചിലപ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും. എല്ലാം ഒരു ദിവസം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ മോൻ്റെ അസുഖം മാറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അനുഭവം ഞാൻ ഈ ത്രിമധുരത്തിലേക്ക് അയച്ചു കൊടുക്കാമെന്ന്. അവിടെ നിന്നും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മോയ്സ്ചറൈസർ ക്രീം കഴിഞ്ഞു കേട്ടോ. ഇത് വാങ്ങണമെങ്കിൽ പട്ടാമ്പിക്ക് തന്നെ പോകണം, അവിടെ നിന്ന് മാത്രമേ കിട്ടൂ. വാങ്ങാൻ പോകാൻ അച്ഛനും മോനും സമയം കിട്ടിയില്ല. കാലിൽ മരുന്ന് തേക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2-3 ആഴ്ച കുഴപ്പമൊന്നും ഉണ്ടായില്ല. വാസലിൻ തേച്ചു, അത്ര തന്നെ. പിന്നെ ചെറുതായി പൊട്ടൽ തുടങ്ങി, തോല് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ക്രീം വാങ്ങി അത് തേച്ച് തുടങ്ങിയിട്ടും വേദനയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കണ്ണൻ പണി തന്നതാണ്. ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിച്ചാലും നടക്കില്ല, എന്തെങ്കിലും ഒരു മുടക്കമുണ്ടാവും. കാരണം ത്രിമധുരത്തിൽ എൻ്റെ ഈ അനുഭവം പറയാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. ഞാൻ കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച് തെറ്റ് പറഞ്ഞു.
എത്രയും വേഗം എഴുതി അയച്ചു കൊടുത്തോളാം. അതിനുശേഷം വീണ്ടും ഭേദമായി. കുറേ നീണ്ടുപോയില്ലേ സാർ? ഞാൻ ചുരുക്കി എഴുതാൻ ശ്രമിച്ചു, എന്നാലും നീണ്ടുപോയി. സാറ് ക്ഷമിക്കണം. ഈ അനുഭവം ശ്രീകാന്ത് സാർ വായിക്കണം. അപ്പോൾ എൻ്റെ മോൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. കണ്ണൻ്റെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കണ്ണൻ അത് സാധിച്ചു തരും, അത് ഉറപ്പാണ്. അക്ഷരത്തെറ്റുണ്ടാവും സാർ, ക്ഷമിക്കണം. ഗുരുവായൂരപ്പ ശരണം. അമ്മയുടെ മോൻ്റെ അസുഖം മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കും, ഒരു സംശയമില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും ചാനൽ കാണുന്നവരൊക്കെ പ്രാർത്ഥിക്കും. ജീവിതത്തിൽ അങ്ങനെ കുറേ പ്രതിസന്ധി ഘട്ടങ്ങളിലുണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ശക്തിയാണ് നമുക്ക് ഭഗവാൻ തരിക. ഭഗവാൻ വിചാരിച്ചാൽ പറ്റാതായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. മോനോട് നാരായണീയം വായിക്കാൻ പറയുക. മോന് കുട്ടികളാണ്, മോന് വേണ്ടിയിട്ട് അമ്മ എങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ടും വായിക്കുക. അമ്മമാർ ചെയ്യുന്നത് മക്കൾക്ക് ഫലം ഉണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. നമ്മൾ ഉച്ചപൂജാലങ്കാരത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അറിയാലോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.